ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ആറാമത്തെ ചാപ്റ്റർ നമ്മൾ 3 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4ാമത്തെ പാർട്ടോടുകൂടി ചാപ്റ്റർ കഴിയും. അപ്പോൾ അതിന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല. പകരം നമ്മൾ 7ാമത്തെ പാഠം സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് സെക്കൻഡ് ടൈമിന് ഈ ചാപ്റ്ററാണ് എക്സാമിനുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഈ പാഠം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്കി കൂടി അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ എല്ലാവരും ആദ്യത്തെ ഭാഗത്ത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ക്ലാസ്സും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ലേറ്റ് ആക്കണ്ട. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താ? എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ പാഠത്തിലേക്ക് പെട്ടെന്ന് തന്നെ പോവാവേ. Democracy is not only a system of governance but also a system for fulfilling various needs and aspirations of the citizens and thereby ensuring a dignified life. അപ്പോൾ നമുക്ക് ഡെമോക്രസി എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇവിടെ പറയാണ് ഡെമോക്രസി ഈസ് നോട്ട് ഓൺലി എ സിസ്റ്റം ഓഫ് ഗവേണൻസ്. അപ്പോൾ ഡെമോഗ്രഫി എന്ന് പറയുന്നത് ഒരു ഭരണക്രമം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് എന്താണ്? ബട്ട് ഓൾസോ എ സിസ്റ്റം ഫോർ ഫുൾഫില്ലിംഗ് വേരിയസ് നീഡ്സ് ആൻഡ് ആസ്പിറേഷൻ ഓഫ് ദ സിറ്റിസൺസ്. അതായത് പൗരന്മാരുടെ ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും, അതുപോലെ തന്നെ ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ? ഈ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ സഫലീകരിക്കുന്നതിനും ആൻഡ് ദെർബൈ എൻഷുറിങ് എ ഡിഗ്നിഫൈഡ് ലൈഫ്, അവരുടെ അന്തസ്സുറ്റൊരു ജീവിതം ഉറപ്പുവരുത്തുന്നതിനുമായൊരു സംവിധാനമാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഓക്കെ, ഡെമോക്രസി ഈസ് നോട്ട് ഓൺലി എ സിസ്റ്റം ഓഫ് ഗവേണൻസ് ബട്ട് ഓൾസോ എ സിസ്റ്റം ഫോർ ഫുൾഫില്ലിംഗ് ദ വേരിയസ് നീഡ്സ് ആൻഡ് ആസ്പിറേഷൻ ഓഫ് ദ സിറ്റിസൺസ് ആൻഡ് ദെർബൈ എൻഷുറിങ് എ ഡിഗ്നിഫൈഡ് ലൈഫ്. ഓക്കെ, അപ്പം ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഭരണക്രമം മാത്രമല്ല, എന്താ പറയുന്നത്? ഇവിടുത്തെ പൗരന്മാരുടെ ആവശ്യങ്ങളുണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും, ഇതൊക്കെ സഫലീകരിക്കുന്നതിനും അതുപോലെ അതിലൂടെ ഒരു ഡിഗ്നിഫൈഡ് ലൈഫ്, അന്തസ്സുറ്റൊരു ജീവിതം പിന്നെ ഉറപ്പുവരുത്തുന്നതിനുള്ള സംവിധാനമാണ് എന്ത്? ഡെമോക്രസി എന്ന് പറയുന്നത്. In India, many constitutional institutions have been working for the establishment of democracy and its whole pervasive growth. ഇന്ത്യയിൽ ഒരുപാട് ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ അതെന്തിനാണ് നിലകൊള്ളുന്നതെന്ന് വിചാരിച്ചാൽ, ഒന്ന് പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡെമോക്രസി. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ പിന്നെ ജനാധിപത്യത്തിൻ്റെ സംസ്ഥാപനത്തിനും ആൻഡ് ദ ഇറ്റ്സ് ഓൾ പെർവാസീവ് ഗ്രോത്ത്, അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ വ്യാപനത്തിന്, ഡെമോക്രസിയുടെ വ്യാപനത്തിനും വേണ്ടിയിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 130 130ാമത്തെ പേജിൽ നമുക്ക് കുറച്ച് ന്യൂസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്താണ് ന്യൂസിൽ പറഞ്ഞിട്ടില്ലെന്ന് വിചാരിച്ചാൽ പിന്നെ ഡിഫറെൻറ്റ് മെക്കാനിസം ദാറ്റ് ഹാവ് ബീൻ സെറ്റപ്പ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ഡെമോക്രസി. അതായത് പിന്നെ ജനാധിപത്യത്തിൻ്റെ സ്ഥാപനവൽക്കരണത്തിനായിട്ട് രൂപീകരിച്ചിട്ടുള്ള വ്യത്യസ്ത സംവിധാനങ്ങളാണ് ആ ന്യൂസിൽ കാണുന്നത്. അതിൽ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ ദ മൈനോറിറ്റീസ്, ദെൻ നാഷണൽ കമ്മീഷൻ ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും അതുപോലെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഞാനതിൽ ഉൾപ്പെടുത്താതിരുന്നത് നമ്മുടെ അത്രയും സമയം ന്യൂസ് റീഡ് ചെയ്ത് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പാരഗ്രാഫ് നോക്കാം. യെസ്, ദീസ് ബോഡീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആൻഡ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. അപ്പോൾ ഈ പ്രസ്തുത സ്ഥാപനങ്ങളെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഭരണഘടനാ സ്ഥാപനങ്ങളെന്നും, നെക്സ്റ്റ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഭരണഘടനേതര സ്ഥാപനങ്ങളെന്നും 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഭരണഘടനാ സ്ഥാപനങ്ങൾ, അടുത്തത് ഭരണഘടനേതര സ്ഥാപനങ്ങൾ, ഇങ്ങനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആർ ഓട്ടോണമസ് ബോഡീസ് ഫോംഡ് വെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്. അതായത് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് തന്നെ രൂപീകരിക്കപ്പെട്ട പിന്നെ ഓട്ടോണമസ് സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അഥവാ ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഓക്കെ, ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഈസ് ദ സോഴ്സ് ഓഫ് പവർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. അപ്പം ഭരണഘടനയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഉറവിടം, അധികാരത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. ഓക്കെ, സോഴ്സ് എന്ന് പറയുന്നത്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എഫക്റ്റിംഗ് എനി ചേഞ്ച് ഇൻ ദ പവർ ഓഫ് സ്ട്രക്ചർ ഓഫ് ദീസ് ബോഡീസ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ ഓക്കെ ഇതിൻ്റെ ഘടനയിലോ അധികാരത്തിലോ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ എന്ത് വേണം? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഉണ്ടാവണം. അതായത് ഭരണഘടനാ ഭേദഗതി അനിവാര്യമാണ്. ഓക്കെ, on the other hand, extra constitutional bodies are formed by the laws passed by the parliament. അപ്പം പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ് അല്ലേ, പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അപ്പം ഭരണഘടനേതര സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുമ്പോൾ പിന്നെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ് എന്ത്? എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അഥവാ ഭരണഘടനേതര സ്ഥാപനങ്ങൾ. എന്താണ്? പാർലമെൻറ്റ്
പാസ്സാക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് രൂപം കൊള്ളുന്നതിനെയാണ് നമ്മളെന്ത് പറയുക, ഭരണഘടനേതര സ്ഥാപനങ്ങൾ എന്ന് പറയാം. ഓക്കെ, ദേ ക്യാൻ ബി ഗിവൺ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. അപ്പോൾ ഇവയ്ക്കും ആവശ്യാനുസരണം പിന്നീട് ഭരണഘടനാ പദവിയൊക്കെ ലഭിക്കാറുണ്ട്. These bodies play a pivotal role in the practically implementing the fundamental values of Constitution such as equality, liberty, social justice and secularism in India. അതായത് നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം വേണ്ട പോയിന്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാം these bodies play a pivotal role in practically implementing the fundamental values. അതായത് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സമത്വം. 2, ലിബർട്ടി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. ദെൻ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യനീതി. ദെൻ സെക്യുലറിസം, മതേതരത്വം. ഇതൊക്കെ നടപ്പിലാക്കുന്നതിൽ നമ്മൾ പറയുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ നല്ല പങ്കുണ്ട് എന്നാണ് പറയുന്നത്. ദീസ് ബോഡീസ് പ്ലേ എ പിവറ്റൽ റോൾ ഇൻ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റിംഗ് ദ ഫണ്ടമെന്റൽ വാല്യൂസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ സച്ച് ആസ് ഇക്വാലിറ്റി, ലിബർട്ടി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സെക്യുലറിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഓക്കെ, ദെൻ these institutions achieve the basic goals of democracy by integrating all sections of the people of the country. അതായത് രാജ്യത്തിലെ ഒരുപാട് വിഭാഗത്തിലുള്ള ജനങ്ങളുണ്ടാവും. അപ്പോൾ ഈ എല്ലാ വിഭാഗത്തിലെയും ജനങ്ങളെയും ചേർത്തുകൊണ്ട് ഈ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും? ജനാധിപത്യത്തിൻ്റെ ലക്ഷ്യം കൈവരിക്കും. ഓക്കെ, then the success of democracy hinges on the active participation of marginalized and weaker section of the society. അപ്പം സമൂഹത്തിൽ വീക്കറായ, ദുർബലരായ ആൾക്കാരുണ്ടാവും. ആൻഡ് മാർജിനലൈസ്ഡ്, അല്ലേ, മലയാളത്തിൽ നമ്മൾ അരികുവൽക്കരിക്കപ്പെട്ട ആൾക്കാരെന്നാണ് പറയാം. ഓക്കെ, 7ാം ക്ലാസ്സിൽ നമ്മൾ പുതിയ ടെക്സ്റ്റ് ഉണ്ട് അരികുവൽക്കരിക്കപ്പെട്ട ആൾക്കാരെ കുറിച്ച്. ഇത്തരത്തിലുള്ള വിഭാഗം ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഇവരുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ എന്താവൂ, ജനാധിപത്യം പൂർണ്ണമാവുള്ളൂ. അപ്പം ജനാധിപത്യത്തിൻ്റെ വിജയം കൈവരിക്കാൻ വേണ്ടി ഇവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമാണ്. അപ്പോൾ അതിനുള്ള പങ്കുവഹിക്കുന്നതാണ് ഈ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ റിയലൈസിങ് ദിസ് ഗോൾ ഇൻ ഇന്ത്യ. അപ്പം ഇന്ത്യയിൽ ഈ ഒരു കർമ്മം നിർവഹിക്കുന്നതിൽ ഭരണഘടന ഇല്ലെങ്കിൽ ഭരണഘടനേതര കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനങ്ങൾക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട്. ദെൻ ലെറ്റ്സ് എക്സാമിൻ ഹൗ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെൻഷൻഡ് അബോവ് ഹെൽപ്പ് ഇൻ ദ സ്പ്രെഡ് ഓഫ് ഡെമോക്രസി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഈ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ജനാധിപത്യത്തിൻ്റെ വ്യാപനത്തിൽ സഹായിക്കുന്നതെന്നാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കാണുന്നുണ്ട്. എന്താണ്? ഇലക്ഷൻ കമ്മീഷനാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. അതുപോലെ അവരുടെ കയ്യിൽ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ട്. അതുപോലെ പോളിംഗ് ബൂത്തിൻ്റെ ചിത്രം നമുക്കവിടെ കാണാം, അല്ലേ? അവിടെ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ വോട്ടിംഗ് മെഷീൻ്റെ ചിത്രമുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫോട്ടോസൊക്കെ നമ്മൾ കാണാം. അപ്പോൾ നമ്മളിനി ആദ്യം നമ്മൾ പോകുന്നത് എന്താണ് ഇലക്ഷൻ്റെ പ്രാധാന്യമൊന്നും അതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ റോൾ എന്താണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കേ. It is known that elections play a pivotal role in democratic governance. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഒരു ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ തെരഞ്ഞെടുപ്പുകൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. In a democratic system of governance, people's representatives and rulers come to power through elections. അതായത് ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ്, അതായത് ജനപ്രതിനിധികളും ആൻഡ് റൂളേഴ്സ്, ഭരണാധികാരികളും കം ടു പവർ ത്രൂ എലക്ഷൻസ്, അധികാരത്തിലെത്തുന്നത് ഇതിലൂടെയാണ്, തിരഞ്ഞെടുപ്പിലൂടെയാണ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. Therefore, it is essential to have an independent and authentic system to guarantee just and impartial elections. അപ്പം ഒരു നിഷ്പക്ഷമായൊരു തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ എന്ത് വേണം? അതിനൊരു സംവിധാനം ഉണ്ടാവണം. അപ്പോൾ സ്വതന്ത്രവും ആധികാരികവുമായ ഒരു സംവിധാനം ഇതിന് നിർബന്ധമാണ്. ഏത് നിഷ്പക്ഷമായ ഒരു ഇലക്ഷൻ നടക്കണമെങ്കിൽ. Therefore, it is essential to have an independent and authentic system. അതായത് സ്വതന്ത്രവും ആധികാരികവുമായൊരു സംവിധാനം വേണം എന്നാണ് പറയുന്നത്. ഇൻ ഇന്ത്യ, ദ ഇലക്ഷൻ കമ്മീഷൻ, എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഇറ്റ് ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ദിസ് വൈറ്റൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇന്ത്യയിൽ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണെന്ത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓക്കെ, The Election Commission of India came into existence on January 25th, 1950 based on Article 324 of the Indian Constitution. അതായത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-നാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരമാണ് നിലവിൽ വരുന്നത്. ഓക്കെ, ഓർത്ത് വെക്കണേ. ഇനി പറയുന്ന പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. ഓക്കെ, ദ പ്രസന്റ് ഇലക്ഷൻ കമ്മീഷൻ കൺസിസ്റ്റ്
ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് 2 കമ്മീഷണർ. അപ്പം നിലവിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നതാണ്. ഓക്കെ, ദെൻ ദേ ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, ദെൻ the tenure of office of the members of the commission is 6 years or up to the age of 65. അപ്പം 6 വർഷക്കാലമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ ആണ് പിന്നെ കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗികമായ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, ദ ടെന്യൂർ ഓഫ് ഓഫീസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ ഈസ് 6 ഇയർ, 6 വർഷം അല്ലെങ്കിൽ അപ് ടു ദ ഏജ് ഓഫ് 65, 65 വയസ്സ് വരെ. ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ഹിസ് പൊസിഷൻ ഓൺലി ത്രൂ ഇംപീച്ച്മെൻറ്റ്. അപ്പോൾ ഇംപീച്ച്മെൻറ്റിലൂടെ മാത്രമേ എന്താണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ആ സ്ഥാനത്ത് നിന്ന് നീക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്താണ് ഇംപീച്ച്മെൻറ്റ് എന്ന് ചോദിച്ചാൽ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ, വലിയ വ്യക്തികളെ പ്രസ്തുത സ്ഥാനത്ത് നിന്ന് നീക്കണമെങ്കിൽ എന്താണ് പാർലമെൻറ്റിലെ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ പറ്റൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുക. ഓക്കെ, ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഇലക്ഷൻ കമ്മീഷൻ ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആൻഡ് ദ യൂണിയൻ ടെറിട്ടറീസ് ആർ കോർഡിനേറ്റഡ് ബൈ ദ ചീഫ് ഇലക്ടറൽ ഓഫീസേഴ്സ്. അപ്പം കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അതുപോലെ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ്. ആരാണ്? ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ്. ഇത്രയാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. മനസ്സിലായില്ലേ? As a constitutional body formed for the establishment of democracy, the Election Commission performs a significant role. Listen to the conversation given below. അപ്പം ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വളരെ സുപ്രധാനമായ ഒരുപാട് ചുമതലകളുണ്ട്. ആ ചുമതലകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് അവിടെ ഒരു കോൺവെർസേഷൻ കാണാം. ടെക്സ്റ്റിലെ പേജ് നമ്പർ 133 നോക്കുക. ക്യാൻ ഐ വോട്ട് ഇൻ ദിസ് പാർലമെൻറ്റ് ഇലക്ഷൻ? കുട്ടി ചോദിക്കുകയാണ്, എനിക്ക് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, നോ, യു ഷുഡ് ബി മിനിമം 18 years old ടു ഗെറ്റ് എൻറോൾഡ് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ്. അപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞത്? ഇല്ല, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് 18 വയസ്സ് പൂർത്തിയാവണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അടുത്ത കാര്യം പറയാണ്, ഇറ്റ് ഈസ് ദ ഇലക്ഷൻ കമ്മീഷൻ ദാറ്റ് പ്രിപ്പയേഴ്സ് ദ വോട്ടേഴ്സ് ലിസ്റ്റ് ആൻഡ് ഇഷ്യൂസ് ഐഡൻറ്റിറ്റി കാർഡ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് കോൺവെർസേഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകളാണ്. ഇത് തന്നെയാണ് അവിടെ അവരുടെ കോൺവെർസേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫംഗ്ഷൻസിലേക്ക് നോക്കിയാൽ ആദ്യം എന്താ പറയുന്നത്? പ്രിപ്പറേഷൻ ഓഫ് ഇലക്ടറൽ റോൾ ആൻഡ് ഇഷ്യൂൻസ് ഓഫ് ഐഡൻറ്റിറ്റി കാർഡ്. പ്രിപ്പറേഷൻ ഓഫ് ഇലക്ടറൽ റോൾ, വോട്ടർ പട്ടിക തയ്യാറാക്കുക. ആൻഡ് ഇഷ്യൂൻസ് ഓഫ് ഐഡൻറ്റിറ്റി കാർഡ്, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുക. ദെൻ സൂപ്പർവൈസ്, administer and control the election to the officers of the President and the Vice President of India, members of the Lok Sabha and Rajya Sabha and State Legislative Assemblies. Supervise, administer and control. അതായത് മേൽനോട്ടവും നടത്തിപ്പും നിയന്ത്രണവും നോക്കുക. ഇതിൻ്റെയൊക്കെയാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞാൽ സംസ്ഥാന നിയമസഭാംഗങ്ങൾ. ഇവരിലേക്കൊക്കെയുള്ള തിരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടവും നടത്തിപ്പും നിയന്ത്രണവും ആർക്കാണ്? പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, ദെൻ പ്രൊമൾഗേഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദ കോഡ് ഓഫ് കണ്ടക്ട്, പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും. ഓക്കെ, ഇനി 4th പോയിന്റ്, റെക്കഗ്നിഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് സിംബിൾസ് ടു ദം. അപ്പം രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകണം. അല്ല, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ വരാറുണ്ട്. ഇപ്പം ഒരുപാട് പാർട്ടികൾ രൂപം കൊള്ളുന്നുണ്ട് അല്ലേ? നമ്മൾ അടുത്തുള്ള ന്യൂസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകണം, ചിഹ്നം അനുവദിക്കും. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? പിന്നെ കമ്മീഷൻ്റെ, ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയാണ്. ഓക്കെ, ഇഷ്യൂ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻസ്, റിസീവ്, സ്ക്രൂട്ടനൈസ് ആൻഡ് ആക്സെപ്റ്റ് നോമിനേഷൻസ് ആൻഡ് പബ്ലിഷ് ദ ലിസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക, പിന്നെ നോമിനേഷൻ സ്വീകരിക്കുക, അതാണ് റിസീവ് നോമിനേഷൻസ്, പിന്നെ സ്ക്രൂട്ടനൈസ് സൂക്ഷ്മ പരിശോധന നടത്തുക, ദെൻ ആക്സെപ്റ്റ് നിയമനിർദ്ദേശ പത്രിക അംഗീകരിക്കുക, ആൻഡ് പിന്നെ പബ്ലിഷ് ദ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്, സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുക. ഇതും കമ്മീഷൻ്റെ ചുമതലയാണ്. ദെൻ ഷെഡ്യൂൾ ദ ഡേറ്റ്സ് ഫോർ പോൾ ആൻഡ് ഇറ്റ്സ് കൗണ്ടിങ്, ഡിക്ലെയർ റിസൾട്ട്സ് ആൻഡ് റിസോൾവ് ഡിസ്പ്യൂട്ട്സ്. അതായത് വോട്ടെടുപ്പ്, പിന്നെ വോട്ടെണ്ണൽ തീയതികളൊക്കെ നിശ്ചയിക്കുക. അതുപോലെ തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാവും, തർക്കങ്ങളുള്ളത് പരിഹരിക്കുക, റിസോൾവ് ദ ഡിസ്പ്യൂട്ട്സ് വരെ. ഇത് അടുത്തൊരു ഫംഗ്ഷനാണ്. ദെൻ ഓഡിറ്റ് എലക്ഷൻ എക്സ്പെൻസസ് ആൻഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് ഫോളോ അപ്പ് ആക്ഷൻസ്. അടുത്ത ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാം, തെരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും അതുപോലെ തന്നെ തുടർന്നുള്ള നടപടി സ്വീകരിക്കലും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ.
Our country has well-organized laws to define the duties and responsibilities of the Election Commission and to make the extensive and complex electoral system efficient and participatory. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയും ഉത്തരവാദിത്തമൊക്കെ വളരെ വിപുലവും സങ്കീർണവുമായതുകൊണ്ട് തന്നെ ഇത് കാര്യക്ഷമവും അതുപോലെ തന്നെ ജനപങ്കാളിത്തമുള്ളതാക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഉള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദ പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട്സ് ഓഫ് 1950 ആൻഡ് 1951 പെർഫോം ദീസ് ഫങ്ഷൻസ്. ദ പാർലമെൻറ്റ് പാസ് ദീസ് ലോസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ആർട്ടിക്കിൾ 327 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് 1950 1951 പിന്നെ പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട് ജനപ്രാതിനിധ്യ നിയമങ്ങൾ ഈ ധർമ്മമാണ് നിർവഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഭരണഘടനയിലെ 327 വകുപ്പ് അനുസരിച്ചാണ് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളത്. ഏത് വകുപ്പാണ്? 320. ദ പാർലമെൻറ്റ് പാസ് ദീസ് ലോസ് ഇൻ അക്കോർഡൻസ് വിത്ത് ആർട്ടിക്കിൾ 327 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ ആക്ട്സ് ഡീറ്റെയിൽ ദ ഇലക്ഷൻ പ്രൊസീജിയർ. ദേ ഓൾസോ ഡീറ്റെയിൽ എവറി സ്റ്റെപ്പ് ഫ്രം ദ സബ്മിഷൻ ഓഫ് നോമിനേഷൻ പേപ്പേഴ്സ് ടു ദ ഡിക്ലറേഷൻ ഓഫ് ഇലക്ഷൻ റിസൾട്ട്സ്. ആൻഡ് ലെറ്റ്സ് ഗോ ടു നോ വിത്ത് ദീസ് ആക്ട്സ്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ നിയമങ്ങൾ പാർലമെൻറ്റ് പാസ്സാക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും അതിനകത്ത് വിശദമാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഘട്ടങ്ങളും ഇതിൽ വിവരിക്കുന്നുണ്ട്. അതാണ് നമുക്ക് പരിചയപ്പെടേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര വരെയാണ് പറയുന്നത്. അപ്പോൾ എടുത്ത ഭാഗങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടുക. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, പെട്ടെന്ന് തന്നെ അടുത്ത ഭാഗം ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് തരാം. നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ പാഠം തീർത്ത് നമുക്ക് അതിൻ്റെ നോട്ട്സ് കൂടി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം കേട്ടോ. അടുത്ത ക്ലാസ് കാണാം. ഓക്കെ, ബൈ.